ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ മുരാരി ബാബുവിനെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്തു. അല്പസമയത്തിനകം മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കും. അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുക്കരുതെന്നായിരുന്നു SIT ഇടക്കാല റിപ്പോർട്ടിന് ശേഷമുള്ള ഹൈക്കോടതി നിർദ്ദേശം. പിന്നാലെയാണ് സ്വർണ്ണപ്പാളി കടത്തിയ 2019 ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെതിരായ നടപടി. ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരം ഈഞ്ചക്കിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്ന മുരാരി ബാബു 2 കേസുകളിലും 2ാം പ്രതിയാണ്. 1998 ചെമ്പുപാളികളിൽ സ്വർണം പൊതിഞ്ഞുവെന്ന് ധാരണയുണ്ടായിട്ടും 2019 ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്ന് അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വർഷവും ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകണമെന്ന് ശുപാർശ നൽകി. അന്വേഷണം മുരാരി ബാബുവിൽ ഒതുങ്ങില്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. അന്നത്തെ ദേവസ്വം മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഗൂഢാലോചനയിൽ, അയ്യപ്പന്റെ സ്വർണം കവർച്ച ചെയ്ത കേസിൽ ഈ ഗൂഢാലോചനയിൽ എല്ലാവരും പങ്കാളികളാണ്. യഥാർത്ഥ ഉത്തരവാദികൾ ഇപ്പോഴും പുറത്താണെന്ന് BJPയും പ്രതികരിച്ചു. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.